നമസ്തേ, ഗീതാസപര്യയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗീതാസപര്യയിൽ ഭഗവത്ഗീതയിലെ 3-ാം അധ്യായമായ കർമ്മയോഗത്തിലെ 36, 37 ശ്ലോകങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ അർജുനന്റെ ഒരു ചോദ്യത്തിന് ശ്രീ ഭഗവാൻ ഉത്തരം പറയുകയാണ്. കർമ്മത്തെക്കുറിച്ചാണ് ഇവിടെ ശ്രീ ഭഗവാൻ അർജുനനോട് ഉപദേശിച്ചു കൊണ്ടിരുന്നത്. 2 തലങ്ങളിലുള്ള കർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, ഇന്ദ്രിയങ്ങൾക്ക് വശംവദനായി തീരുന്ന ഒരു വ്യക്തിയുടെ കർമ്മം. അതായത് ഇന്ദ്രിയങ്ങളിൽ പ്രവർത്തിക്കുന്ന വാസനയുടെ സംസ്കാരത്തിൻ്റെ പ്രേരണ കൊണ്ട് അനവധി ജന്മങ്ങളായി ചെയ്ത് ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ വാസനയാണ് ഓരോ വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്നത്. ചിലർ നല്ല വ്യക്തിത്വമായിരിക്കും, ചിലർ വളരെ മറ്റുള്ളവർക്കൊക്കെ ദുഃഖം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വ്യക്തിത്വമായിരിക്കും. ഇതൊക്കെ ഈ വാസനയുടെ ഫലമാണ്. ഈ വാസനകൾ ആണ് ഇന്ദ്രിയങ്ങളിലൂടെ പ്രകടമാകുന്നത്. അപ്പോൾ കണ്ണിന് കാണാൻ താല്പര്യം ഈ വാസനയ്ക്കനുസരിച്ച അനുരൂപമായ വസ്തുക്കളെ ആയിരിക്കും. അതേപോലെ നമ്മുടെ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതും ഈ വാസനയ്ക്ക് അനുരൂപമായിട്ടായിരിക്കും. അപ്പോൾ ഈ വാസനകളെ പ്രകൃതി എന്ന് പറയാം. ഈ പ്രകൃതിയുടെ പ്രേരണയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ ഇന്ദ്രിയങ്ങൾക്ക് വശംവദരായി കർമ്മം ചെയ്യുന്നവരാണ് ഒരു കൂട്ടർ. വേറൊരു കൂട്ടർ എന്ന് പറയുന്നത് ഞാൻ ആത്മാവാണ്, ഈ ശരീര മനസ്സുകളിൽ നിന്ന് നശ്വര സ്വഭാവത്തോടു കൂടിയ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ശരീര മനസ്സുകളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവത്തോടു കൂടിയ അനശ്വര ചൈതന്യമായ ആത്മാവാണ് ഞാൻ എന്ന ജ്ഞാനം ഉണ്ടായൊരു വ്യക്തി. അയാൾ ഒരിക്കലും ഈ ഇന്ദ്രിയങ്ങളുടെ കാമക്രോധങ്ങളിൽ, രാഗദ്വേഷങ്ങളിൽ, ആകർഷണത്തിലും വികർഷണത്തിലും ഒന്നും അയാൾ പെടുന്നില്ല. പകരം അയാൾ ഒരു സാക്ഷിയായി നിന്നുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളുടെ ആകർഷണവും വികർഷണവും മറ്റും അയാൾ ഒരു കുട്ടിക്കളി പോലെ ഇങ്ങനെ നോക്കിക്കാണുകയാണ്. അങ്ങനെ നോക്കിക്കണ്ടുകൊണ്ട് ചെയ്യുന്ന കർമ്മത്തെ സ്വധർമ്മം എന്ന് ശ്രീ ഭഗവാൻ വിളിക്കുന്നു. അതേപോലെ ഈ ഇന്ദ്രിയങ്ങൾക്ക് വശംവദരായിക്കൊണ്ട് ചെയ്യുന്ന കർമ്മത്തെ പരധർമ്മം എന്ന് പറയുന്നു. കാരണം ഞാൻ ആത്മാവാണ്, ഇന്ദ്രിയങ്ങൾ ഈ ഞാനല്ലാത്തവരാണ്, അനാത്മാക്കളാണ്. അതുകൊണ്ടാണ് ഈ പരന്മാരുടെ ധർമ്മമാണ് പരധർമ്മം. എൻ്റെ ഈ ആത്മചൈതന്യത്തെ അടിസ്ഥാനമാക്കി നിന്നുകൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് സ്വധർമ്മം. ഇങ്ങനെ 2 തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ കർമ്മങ്ങളെക്കുറിച്ച്, 2 തരത്തിലുള്ള കർമ്മത്തെക്കുറിച്ച് ശ്രീ ഭഗവാൻ പറഞ്ഞപ്പോൾ അർജുനൻ സംശയം ചോദിക്കുന്നു. എന്താണ് ഇങ്ങനെ ഈ അങ്ങ് പറഞ്ഞു ഇന്ദ്രിയങ്ങൾക്ക് വശംവദരായി പോകുന്നു, പ്രകൃതിയുടെ പ്രേരണ കൊണ്ട് വശംവദരായി പോകുന്നു, അങ്ങനെ പരധർമ്മം സംഭവിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരാൾ സ്വയം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ഈ പ്രേരണയ്ക്ക് ഈ തെറ്റായ കർമ്മങ്ങളിൽ പെട്ടുപോകുന്നത് എന്നാണ് അർജുനന്റെ ചോദ്യം. അർജുനൻ ഭഗവത്ഗീതയിൽ ഒരു ചോദ്യകർത്താവാണ്. ഭഗവത്ഗീതയുടെ തുടക്കം മുതൽ അവസാനം വരെ ചോദ്യകർത്താവായ അർജുനന്റെ മാനസികമായ ഒരു വികാസം, അറിവിലുള്ള ഒരു വികാസം നമുക്ക് കാണാം ആ ചോദ്യങ്ങളുടെ സ്വഭാവത്തിലുള്ള മാറ്റത്തിലൂടെ. അതുപോലെ ഈ ചോദ്യത്തിലൂടെയാണ് ഈ ശ്രീ ഭഗവാനെ പുതിയ വിഷയങ്ങളിലേക്ക് അർജുനൻ നയിക്കുന്നത്. അങ്ങനെയാണ് ഈ ഭഗവത്ഗീതയുടെ ഒരു ഘടന. ഇവിടെ അർജുനന്റെ ചോദ്യം, അധകേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിത. അർജുന ഉവാച, അർജുനൻ ചോദിച്ചു. അഥ, നിക്കട്ടെ, ശ്രീ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം പറയാണ് അത് നിക്കട്ടെ, അതെ ഒരു ചോദ്യമുണ്ട് എന്നാണ്. കേന പ്രയുക്ത അയം പാപം ചരതി പുരുഷ. കേന പ്രയുക്ത, ആരാൽ പ്രയുക്തനായിട്ടാണ്, ആരാൽ പ്രേരിതനായിട്ടാണ് അയം പുരുഷ, ഈ പുരുഷൻ പാപം ചരതി, പാപത്തിൽ ഏർപ്പെടുന്നു. പാപം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ ഇന്ദ്രിയങ്ങൾക്ക് വശംവദനായി ചെയ്യുന്ന കർമ്മത്തെയാണ് ഇവിടെ പാപം എന്ന് പറയുന്നത്. എപ്പോഴും ഈ പാപം ചീത്തയായ നെഗറ്റീവായ വാസനകൾ ഉണ്ടാക്കുന്ന കർമ്മമാണ്. മുക്തന്റെ കർമ്മമല്ല. മുക്തന്റെ കർമ്മം പുണ്യമാണ്. അതായത് പോസിറ്റീവായിട്ടുള്ള വാസനകളാണ് അവിടെ ഉണ്ടാക്കുന്നത്. അതേസമയം ഇവിടെ
നെഗറ്റീവായ അതിനാണ് നമ്മൾ പാപം എന്ന് പറയുന്നത്. അപ്പോൾ കർമ്മത്തിൽ നിന്നാണല്ലോ സംസ്കാരവും വാസനയും ഉണ്ടാകുന്നത്. അത് നെഗറ്റീവാണ്. അതുകൊണ്ടാണ് അതിനെ പാപം എന്ന് പറയുന്നത്. അങ്ങനെ ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ, പാപകർമ്മങ്ങൾ ചെയ്യാൻ ആരാണ് പ്രേരിപ്പിക്കുന്നത്? കേന പ്രയുക്ത, ആരാൽ പ്രേരിതരായിട്ടാണ് അയം പുരുഷ, ഈ പുരുഷൻ പാപം ചരതി, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നത്. അനിച്ഛൻ അപി, അങ്ങനെ ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിലും, അനിച്ഛൻ, ഇച്ഛ എന്ന് പറഞ്ഞാൽ താല്പര്യം, അനിച്ഛൻ, അങ്ങനെ താല്പര്യമില്ലാത്തവൻ ആണെങ്കിലും, അപി അനിച്ഛൻ അപി, അനിച്ഛനാണെങ്കിലും, വാഷ്ണേയ, അല്ലയോ വൃഷ്ണി വംശത്തിൽപ്പെട്ടവനെ എന്ന് ശ്രീ ഭഗവാനെ വിളിക്കുകയാണ്, യാദവ വംശത്തിൽപ്പെട്ടവനെ, ബലാത് ഇവ നിയോജിത, എന്നെ ആരോ ഉള്ളിൽ നിന്ന് വളരെ ബലമായി ഈ പാപകർമ്മങ്ങളിലേക്ക്, ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളിലേക്ക് നിയോഗിക്കുന്നത് പോലെ ആരാണ് എന്നെ ഇങ്ങനെ ശക്തമായി നിയോഗിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു പ്രകൃതിയും യാന്തി ഭൂതാനി എന്ന്. പ്രകൃതിക്ക് അനുരൂപമായിട്ടാണ് എപ്പോഴും ഈ ഭൂതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബലാത് നിയോജിത ഇവ, വളരെ ശക്തിയായി ഈ വിഷയത്തിലേക്ക് നിയോഗിക്കപ്പെട്ടതുപോലെ എല്ലാ ജീവജാലങ്ങളും ഈ പ്രകൃതിയുടെ നിയോഗത്തിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടുത്തെ അർജുനന്റെ ചോദ്യം. ആരുടെ പ്രേരണ കൊണ്ടാണ് ഇങ്ങനെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നത് പോലെ ഒരാളെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ദുഷ്കർമ്മങ്ങൾ ചെയ്യിക്കുന്നത്? വാസനകളെക്കുറിച്ചാണ് ഈ ചോദ്യം. അതായത് മനസ്സിലും അതുപോലെ ബാഹ്യമായ 10 ഇന്ദ്രിയങ്ങളിലും, 5 ജ്ഞാനേന്ദ്രിയങ്ങളിലും 5 കർമ്മേന്ദ്രിയങ്ങളിലും പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഈ സംസ്കാരത്തെ, വാസനയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ചോദ്യം. അതിന് അങ്ങനെ തന്നെ ശ്രീ ഭഗവാന്റെ മറുപടിയാണ്. ശ്രീ ഭഗവാൻ ഉവാച കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്ധ്യേനമിഹ വൈരിണം. കാമ ഏഷ ക്രോധ ഏഷ, ഇത് കാമമാണ്, ഇത് ക്രോധമാണ്. ഈ വാസനകളിലൂടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള കാമം എപ്പോഴും ഈ സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്നതാണ്. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ആവശ്യവും ആഗ്രഹവും രണ്ടാണ്. ഒരാളുടെ ആവശ്യം എന്ന് പറയുന്നത് ആഗ്രഹമല്ല. ഒരു ദിവസം ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ഒരിക്കലും അയാളുടെ ഒരു കാമമല്ല, അത് അയാളുടെ ഒരു നീഡാണ്. അതേസമയം എനിക്ക് ഇന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം, എനിക്ക് ഇന്ന തരത്തിലുള്ള മധുരപലഹാരം വേണം എന്നൊക്കെ, എനിക്ക് ഇന്ന ചിപ്സ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് അത് കാമത്തിന്റെ തലത്തിലേക്ക് കടക്കുന്നു. അതാണ് ഉള്ളിൽ നിന്ന് വരുന്ന ആ കാമമാണ്, രാഗമാണ്. അതുപോലെ ക്രോധമാണ്. ഈ കാമം സാധിക്കാതെ വരുമ്പോൾ ക്രോധം വരും. അപ്പൊ ഈ കാമവും ക്രോധവും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. രജോഗുണ സമുദ്ഭവ, ഇത് രജോഗുണത്തിൽ നിന്നുണ്ടാകുന്നതാണ്. 3 ഗുണങ്ങളുണ്ട്, സത്വ രജസ് തമോ ഗുണങ്ങളുണ്ട്. അതിൽ സത്വഗുണം എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. സത്വഗുണം, സാത്വികം എന്ന് പറയുന്നത് അത് പ്രകാശം എന്ന് പറഞ്ഞാൽ നല്ല തെളിമ, സന്തോഷം, ക്ലിയർ ആയിട്ടുള്ള അറിവ്, ക്ലാരിറ്റി. ആ സമയത്ത് മനസ്സിലൊക്കെ നല്ല തെളിമയായിരിക്കും, നല്ല ക്ഷമയും ഒക്കെ ഉണ്ടാവും. അതേസമയം തമസ്, തമോ ഗുണം എന്ന് പറഞ്ഞാൽ ഈ അറിവ് പൂർണ്ണമായും മറച്ചു വെച്ച അവസ്ഥ. അലസനായിരിക്കും, എപ്പോഴും എന്ത് പറഞ്ഞാലും എന്ത് മനസ്സിലാക്കിയാലും എന്ത് ചെയ്താലും ഒക്കെ തെറ്റുവരുത്തിക്കൊണ്ടിരിക്കും. കാരണം തമോ ഗുണമാണ്, തമസ്സാണ്. ആ തമോ ഗുണത്തിൽപ്പെട്ടയാള് എപ്പോഴും അലസനായിരിക്കും, മടിയനായിരിക്കും, അതേപോലെ മിസ്റ്റേക്ക് വരുത്തിക്കൊണ്ടിരിക്കും. ഇതാണ് തമോ ഗുണം. ഇതിൻ്റെ നടുക്കുള്ളതാണ് രജോ ഗുണം. രജോ ഗുണം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്, എപ്പോഴും അസംതൃപ്തിയാണ്, ആഗ്രഹമാണ്, തീവ്രമായ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ കൊണ്ട്, അസംതൃപ്തി കൊണ്ട് ഇങ്ങനെ നേട്ടം വേണം, എനിക്ക് നേട്ടം വേണം, എനിക്ക് നേട്ടം വേണം എന്നുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് രജോ ഗുണം എന്ന് പറയുന്നത്. ഇപ്പൊ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതിൽ ഈ രജോ ഗുണത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ കാമവും ക്രോധവും. ഇത് ഇന്ദ്രിയങ്ങളിലൂടെ
നേരത്തെ പറഞ്ഞ ബാഹ്യമായ 10 ഇന്ദ്രിയങ്ങളും ആന്തരിന്ദ്രിയമായ മനസ്സും ഇങ്ങനെ ഈ 11 ഇന്ദ്രിയങ്ങളിലൂടെ ഇത് പ്രവർത്തിക്കുകയാണ്. ഈ രജോ ഗുണത്തിൽ നിന്നുണ്ടായിട്ടുള്ള കാമവും ക്രോധവും. മഹാശനഹ, ഇത് മഹാശനാണ്. അതായത് ഈ കാമം എന്തൊക്കെ കൺസ്യൂം ചെയ്താലും ഒരിക്കലും അടങ്ങാത്തതാണ്. ഇത് എന്തൊക്കെ അനുഭവിച്ചാലും അത് തീരാത്തതാണ്. ഈ തീക്കകത്തേക്ക് എണ്ണയൊഴിച്ചാൽ ആ തീ വീണ്ടും ആളിക്കത്തും, വീണ്ടും എണ്ണയൊഴിച്ചാൽ വീണ്ടും ആളിക്കത്തും. അതേപോലെ ഈ എത്രമാത്രം കാമത്തെ നമ്മൾ സാധിച്ചു കൊടുക്കുന്നോ അതിനനുസരിച്ച് ഈ കാമം വർദ്ധിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും പലരും പറയും, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ അങ്ങ് തീർന്നു എന്ന്. അങ്ങനെയല്ല, അത് തൽക്കാലത്തേക്ക് തീരുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അത് പൂർവാധികം ശക്തമായിട്ട് ഉണ്ടാകും. അതാണ് കാമത്തിൻ്റെ സ്വഭാവം. അതുകൊണ്ട് എപ്പോഴാണോ കാമത്തെ നമ്മൾ സാധിപ്പിച്ചു തുറക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ ആ കാമം തൽക്കാലത്തേക്കൊന്ന് ശമിക്കും, പക്ഷേ അത് കഴിഞ്ഞ് പൂർവാധികം ശക്തിയോടുകൂടി വരും. അതുകൊണ്ട് കാമത്തെ എങ്ങനെ നേരിടണം എന്നാണ് ഇനി പറയാൻ പോകുന്നത് ശ്രീ ഭഗവാൻ. കാരണം ഈ കാമത്തെ നേരിടുന്നതിലൂടെയാണ് സ്വധർമ്മത്തിൽ എത്തിച്ചേരുന്നത്. അതാണ് ഇവിടെ പോയിന്റ്. കാമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് പരധർമ്മമാണ്. ആ പരധർമ്മത്തിൽ നിന്ന് കാമത്തെ നിയന്ത്രിച്ച് ഞാൻ ആത്മാവാണെന്നുള്ള ജ്ഞാനത്തോടുകൂടിയുള്ള ആ സ്വധർമ്മത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് പോയിന്റ്. അതിനു വേണ്ടിയിട്ടാണ് ഇത് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ മഹാശനഹ, മഹാപാപ്മ, നേരത്തെ അർജുൻ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരമാണ്. ആരാണ് ഈ പാപം ജയിക്കുന്നത് എന്നതിനുള്ള ഉത്തരമാണ്. മഹാപാപ്മ, അങ്ങേയറ്റം ശക്തിയോടുകൂടി പാപം ചെയ്യിക്കുന്നവനാണ് മഹാപാപ്മ. വിദ്ധി ഏനമിഹ വൈരിണം, ഈ കാമമാണ്, ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഈ കാമക്രോധങ്ങളാണ് യഥാർത്ഥത്തിൽ വൈരി. വിദ്ധി ഏനമിഹ വൈരിണം, ഈ കാമക്രോധങ്ങളെ വൈരിയായി നീ മനസ്സിലാക്കണം, നീ ധരിക്കണം എന്നാണ് ശ്രീ ഭഗവാൻ പറഞ്ഞത്. ഈ ശത്രുക്കളാണ് യഥാർത്ഥത്തിൽ അർജുനനെ ബുദ്ധിമുട്ടിക്കുന്നത്, അല്ലാതെ ഈ മുമ്പിൽ നിൽക്കുന്ന ശത്രുക്കളല്ല. ആ ശത്രുക്കളെയൊക്കെ നിഷ്പ്രഭമാക്കാനുള്ള, അവരെയൊക്കെ നശിപ്പിക്കാനുള്ള ശക്തിയും പരാക്രമവും ആയുധബലവും ഒക്കെ അർജുനുണ്ട്. അതേസമയം അർജുനനെ ഇല്ലാതെയാക്കുന്നത് തൻ്റെ ഉള്ളിലിരുന്ന് ഈ ഇന്ദ്രിയങ്ങളെ കാർന്നു തിന്നുന്ന വാസനാരൂപത്തിലുള്ള ഈ കാമക്രോധങ്ങളാണ്, ആ ശത്രുക്കളാണ്. അതാണ് ഇവിടെ ശ്രീ ഭഗവാൻ പറയുന്നത്. അവരാണ് ശത്രുക്കൾ, അവരെ ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിൽ നിന്ന് അവരെ ജയിച്ച് വിവേകപൂർവം ഈ യുദ്ധത്തിലേർപ്പെടുന്ന, ഈ യുദ്ധത്തെ സ്വധർമ്മമായി കണ്ട് അത് വിവേകപൂർവം മനസ്സിലാക്കി ഞാൻ ആത്മാവാണ്, ശരീര മനസ്സുകളല്ല എന്ന ബോധത്തോടുകൂടി ഇതിൽ ഇടപെടുന്ന ഒരു ജ്ഞാനിയായിത്തീരണം അർജുനൻ എന്നാണ് ശ്രീ ഭഗവാൻ ആഗ്രഹിക്കുന്നത്. തുടർന്ന് ഈ വിഷയത്തിൽ കാമക്രോധങ്ങളെക്കുറിച്ച് തന്നെ കുറച്ചുകൂടെ ആഴത്തിലുള്ള അപഗ്രഥനം നമുക്കിവിടെ ഇനി തുടർന്ന് കാണാം. അതിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.